അങ്ങനെ വീണ്ടും സ്പൈഡർമാൻ ആനിമേഷന്റെ ആ വേൾഡിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മുടെ എംസിയുടെ ഒരു പ്രൊജക്റ്റ് ആണത്. ഒരു ആൾട്ടർനേറ്റ് കഥയാണ് സ്പൈഡർമാന്റെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ആഴ്ച ഇറങ്ങാൻ പോകുന്ന യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആ ഒരു ഷോ കാണുന്നതിന് മുമ്പ് എന്തൊക്കെ അറിയണം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. വാട്ട് ടു നോ ബിഫോർ വാച്ചിങ് യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറേ പോപ്പ് കൾച്ചർ കണ്ടൻസ് ഈ ചാനൽ വരുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റിലേക്ക് കടക്കാം. അതായത് ഒരു മൂവിയോ അല്ലെങ്കിൽ ഒരു സീരീസോ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് വരുന്നതിന് മുമ്പ് എന്തൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. വാട്ട് ടു നോ ബിഫോർ വാച്ചിങ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പൈഡർമാൻ ആനിമേഷനിൽ വന്നിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. 1967 സ്റ്റാർട്ട് ചെയ്യുന്നത് ആനിമേറ്റഡ് സീരീസ് ആയിട്ടുള്ള സ്പൈഡർമാൻ. പിന്നെ 90s വരുമ്പോൾ കുറേ സീരീസുകളുണ്ട്. അതായത് സ്പൈഡർമാൻ ദ ആനിമേറ്റഡ് ഷോ, പിന്നെ അൾട്ടിമേറ്റ് സ്പൈഡർമാൻ, സ്പെക്ടാക്കുലർ സ്പൈഡർമാൻ, പിന്നെ സ്പൈഡർമാൻ അൺലിമിറ്റഡ്. ഇഷ്ടംപോലെ ഷോസ് ആണ് സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എംസിയുടെ ഒരു രണ്ടാമത്തെ പ്രോപ്പർ ആനിമേറ്റഡ് സീരീസ് ആണ് വാട്ട് ഇഫിന് ശേഷം. ഏകദേശം വാട്ട് ഇഫിന്റെ പോലെ തന്നെയാണ് ഇതിന്റെ ഒരു പ്രിമീസ് വരുന്നത്. അതായത് വാട്ട് ഇഫ് നോർമൻ ഓസ്ബോൺ മെന്റേർഡ് സ്പൈഡർമാൻ എന്നാണ്. അതായത് നമ്മുടെ എംസിയുവിൽ മെയിൻ ആയിട്ട് ടോണി സ്റ്റാർക്ക് ആണ് സ്പൈഡർമാൻ മെന്റർ ആയിട്ടുള്ളത്. പക്ഷെ അതിന് പകരം നോർമൻ ഓസ്ബോൺ. ഈ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടി വ്യക്തമാക്കാൻ പറയുകയാണെങ്കിൽ ബാറ്റ്മാനെ ജോക്കർ മെന്റർ ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ്. കാരണം ബാറ്റ്മാന്റെ ഏറ്റവും വലിയ ആർക്ക് നെമിസിസ് ആണ് ജോക്കർ. അതുപോലെ തന്നെ സ്പൈഡർമാന്റെ ഏറ്റവും വലിയ ആർക്ക് നെമിസിസ് അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്നതാണ് ഗ്രീൻ ഗോബ്ലിൻ, നോർമൻ ഓസ്ബോൺ. അപ്പൊ ഇതൊരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റ് സ്റ്റോറിയാണ് നമ്മൾ ഈ ഒരു ഷോയിൽ കാണാൻ പോകുന്നത്. ഇതിന്റെ ആനിമേഷനിലേക്ക് വരുമ്പോൾ ഇതിന്റെ പണ്ടത്തെ സ്പൈഡർമാൻ കോമിക്സിന്റെ പോലത്തെ ഒരു ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. കോ ക്രിയേറ്റർ ആയിട്ടുള്ള സ്റ്റീവ് ഡിറ്റോവും അതുപോലെ തന്നെ ജോൺ റൊണീറ്റ സീനിയറും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ആ കോമിക്സിന്റെ ഒരു സ്റ്റൈലാണ് ഈ ഒരു ആനിമേഷൻ ഷോന്. അപ്പോൾ മെന്റർ ആയിട്ടുള്ള നോർമൻ ഓസ്ബോൺ ക്യാരക്ടറിന്റെ കൂടെ തന്നെ അഫ്കോഴ്സ് മെയിൻ ഹൈലൈറ്റ് ഇതിലത്തെ സ്പൈഡി ക്യാരക്ടറാണ് സ്പൈഡർമാൻ. ഒരു ഭയങ്കര പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു സ്പൈഡർമാൻ ആണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് പവേഴ്സ് ലഭിച്ചിട്ടുള്ള ആ ഒരു ടൈം ലൈൻ ആണ് കാണിക്കുന്നത്. നമ്മുടെ എംസിയുലത്തെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം അതിൽ ഓൾറെഡി ഒരു കൊല്ലം സ്പൈഡർമാൻ ആയതിനു ശേഷമാണ് കാണിക്കുന്നത് തന്നെ. ഹഡ്സൺ തേംസ് എന്ന ആക്ടറാണ് ഇതിലത്തെ പീറ്റർ പാക്കർ അല്ലെങ്കിൽ സ്പൈഡർമാന് വോയിസ് കൊടുത്തിരിക്കുന്നത്. ചെറുപ്പക്കാരനാണ്, 18 വയസ്സായിട്ട് മിഡ് ടൗൺ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ ബൈറ്റ് ചെയ്യുന്നത്. കോൾമാൻ ഡൊമിംഗോ എന്ന ആക്ടറാണ് ഇതിൽ നോർമൻ ഓസ്ബോൺ എന്ന ക്യാരക്ടറിന്റെ വോയിസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഓസ്കോർപ്പിന്റെ തലവൻ, അതിന്റെ മെയിൻ ഹെഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇത്. ഗ്രീൻ ഗോബ്ലിന്റെ ഒരു പേര് ഈ ഒരു യൂണിവേഴ്സിൽ എവിടെയും മെൻഷൻ ചെയ്തതായിട്ട് കാണുന്നില്ല. ഈ ഒരു ആക്ടർ കോൾമാൻ ഡൊമിംഗോനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ടാങ് എന്ന് പറഞ്ഞ എംസിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ച ജോണതൻ മേജേഴ്സിനെ റിമൂവ് ചെയ്തപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ആക്ടർ ആ ക്യാരക്ടറായിട്ട് അഭിനയിക്കാനായിട്ട്, ആയിട്ട് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നമുക്ക്. നല്ലൊരു ആക്ടറാണ്. നമ്മുടെ ഇക്കൊല്ലത്തെ ഓസ്കേഴ്സിൽ നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട് കോൾമാൻ ഡൊമിംഗോന്. ഇതിലുള്ള മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് ഹാരി ഓസ്ബോൺ ആണ്. അത് നമ്മുടെ നോർമൻ ഓസ്ബോണിന്റെ മകനായിട്ടുള്ള കഥാപാത്രം. ആ ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത് സിനോ റോബിൻസൺ ആണ്. പിന്നെ ഹ്യൂ ഡാൻസി എന്ന് പറഞ്ഞ ആക്ടറാണ് ഇതിൽ ഓട്ടോ ഒക്ടേവിയസിന് വോയിസ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഡോക്ടർ ഒക്ടോപ്പസ്. ഈ ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആക്ടറാണ്. പിന്നെ നമുക്ക് പരിചയമുള്ള 2 ആൾക്കാരുണ്ട് ഇതിൽ വോയിസ് കൊടുത്തിരിക്കുന്നത്. അഫ്കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ്. നമ്മുടെ ഡെയർഡെവിൽ അല്ലെങ്കിൽ മാറ്റ് മർഡോക്കിന് വോയിസ് കൊടുക്കാനായിട്ട് ഇതിൽ ചാർലി കോക്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻസെന്റ് ഡൊണോഫ്രിയോ ഇതിൽ കിങ് പിന്നിന് വോയിസ് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്ക് ഈ ഒരു ഷോനെ പറ്റിയിട്ട് പറയണമെങ്കിൽ ഇത് ആ ഒരു ഓൾഡ് സ്കൂൾ കോമിക് ടൈപ്പ് ആനിമേഷനുള്ള ഒരു ഷോ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിലത്തെ കഥകളൊക്കെ ആൾട്ടർനേറ്റ് കഥകളായിരിക്കാം. കാരണം ഓൾറെഡി സ്പൈഡർമാന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഒരു ഡിഫറെന്റ് വേർഷൻ ആണ്. പിന്നെ നമ്മുടെ എംസിയുയിൽ നടന്നിട്ടുള്ള കുറേ സംഭവങ്ങളും ഇതിൽ കാണിക്കാം. പക്ഷെ വേറെ രീതിയിലാവാം. ക്യാരക്ടേഴ്സും അതേപോലെ നമുക്ക് പരിചയമുള്ള ക്യാരക്ടേഴ്സും കാണും. അവരും വേറെ ഡിഫറെന്റ് വേർഷൻസ് ആയിരിക്കും അവർ കാണിക്കുക ഈ ഒരു ഷോയിൽ. എന്തായാലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഷോ. സ്പൈഡർമാൻ ആനിമേഷൻ ഷോസ് നമ്മളെ ഇങ്ങനെ അധികം ഡിസപ്പോയിന്റ് ചെയ്യാറില്ല. എംസിയുടെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും നമുക്ക് എന്തായാലും ഈ ആഴ്ച നോക്കാം. ജനുവരി 29 തീയതിയാണ് ഇതിന്റെ ഒരു റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡ് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു
അടുത്ത പ്രൊജക്റ്റിനായിട്ട് എക്സൈറ്റഡ് ആണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കാരണം നല്ല കടുത്ത കോമ്പറ്റീഷനാണ് ഇപ്പോൾ ആനിമേറ്റഡിന്റെ സെക്ഷനിൽ വരുന്നത്. ആനിമേഷൻ സെക്ഷനിൽ വരുന്നത്. സോ ലെറ്റ്സ് സീ. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ്.